Hi students, welcome back to the third session of HMT. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത് റേഡിയേഷൻ ബിറ്റ്വീൻ സർഫസസ് ആണ്. ഈ ലാസ്റ്റ് ക്ലാസ് നമ്മൾ കം അക്രോസ് ചെയ്തതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ നിന്നുള്ള റേഡിയേഷൻ ഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിയറീസും അതിൻ്റെ ലോസും ആൻഡ് അതിന് കമ്മിങ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ എപ്പോൾ പറഞ്ഞാലും ഒരു എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലേക്കാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇവിടെ പറയുന്നത്. റേഡിയേഷൻ ബിറ്റ്വീൻ ബോത്ത് സർഫസ് അല്ലെങ്കിൽ ടു സർഫസ് ഓർ മോർ ദാൻ ടു സർഫസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 4 ടേംസ്. നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡിയാക്കി ക്ലാസിഫൈ ചെയ്യാൻ എമിസിവിറ്റി, അബ്സോർബിവിറ്റി, ട്രാൻസ്മിറ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ സെയിം കാര്യം തന്നെയാണ് റേഡിയേഷൻ ബിറ്റ്വീൻ സർഫസസ്. നമ്മൾ പറയാൻ റിലേറ്റ് ചെയ്യുന്ന 4 ടേംസ്. ദാറ്റ് ഈസ് എമിസിവിറ്റി ഓഫ് ദാറ്റ് സർഫസ്, അബ്സോർബിവിറ്റി ഓഫ് ദാറ്റ് സർഫസ്, റിഫ്ലക്റ്റിവിറ്റി ഓഫ് ദാറ്റ് സർഫസ് ആൻഡ് ലാസ്റ്റ് ആൻഡ് അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ജോമെട്രിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സർഫസസ്. ദാറ്റ് ഈസ് അതിൻ്റെ സെപ്പറേഷൻ, അതായത് രണ്ട് സർഫസ് ഉണ്ടായ രണ്ട് സർഫസിൻ്റെ സെപ്പറേഷൻസ് എത്ര അകലത്തിലാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഏരിയ, അതിൻ്റെ സൈസ്, അതിൻ്റെ പല കാര്യങ്ങൾ പറയാം, അതിൻ്റെ ലൊക്കേഷൻസ് എക്സെട്ര അതെല്ലാം തന്നെ അവിടെ പറയാം. അതിന് റേഡിയേഷൻ ബിറ്റ്വീൻ സർഫസസ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്ന 2-3 അസംഷൻസ് നമുക്ക് പറയാം. ഒന്ന്, എല്ലാ സർഫസും ബ്ലാക്ക് ബോഡി അല്ലെങ്കിൽ ഗ്രേ ബോഡി ആയിട്ട് അസ്യൂം ചെയ്തിരിക്കണം. രണ്ടാമത്, ഓവർ സർഫസ്, അതായത് നമ്മൾ സർഫസിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നതും റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നതുമായ ആ സർഫസസ് രണ്ട് തന്നെ ഏകദേശം യൂണിഫോം പ്രോപ്പർട്ടിയിലുള്ളതാണെന്നും നമ്മൾ അസ്യൂം ചെയ്യണം. അതോടൊപ്പം തന്നെ ആൽഫ ഈസ് ഈക്വൽ ടു എപ്സിലോൺ, ദാറ്റ് ഈസ് അബ്സോർബിവിറ്റി ഈസ് ഈക്വൽ ടു എമിസിവിറ്റി, ദാറ്റ് ഈസ് എമിറ്റ് ചെയ്ത റേഡിയൻറ്റ് എനർജീസ് ഈസ് ഈക്വൽ ടു അബ്സോർബ് ചെയ്തതായ റേഡിയൻറ്റ് എനർജി. ഓൾറെഡി നമ്മൾ കംപ്രസ് ചെയ്ത ഒന്നാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, ദാറ്റ് ഈസ് quantity of heat directly proportional to 4th power of absolute temperature എന്നുള്ളതാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ ഇൻ റേഡിയേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നു സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് സിഗ്മ. വാല്യൂ ഈസ് 5.67 into 10⁻⁸. So therefore the quantity of heat transfer is equal to sigma 8 e⁻⁴. That is നമ്മളിവിടെ ഏരിയ ഓഫ് ദ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യത്തെ സെക്ഷനിലൊക്കെ തന്നെ സിഗ്മ T⁴ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ആ പ്രോബ്ലംസിനകത്തും അല്ലെങ്കിൽ നമ്മൾ എടുത്ത സെക്ഷനകത്ത് അതിൻ്റെ ജോമെട്രിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഷേപ്പ് ഫാക്ടർ എന്നത് ഒരു പുതിയ കൺസെപ്റ്റാണ് നമ്മൾ ഈ റേഡിയേഷനിൽ. ദാറ്റ് ഈസ് ഷേപ്പ് ഫാക്ടർ എന്നുള്ള അതർ നെയിംസ് ആണ് വ്യൂ ഫാക്ടർ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ആംഗിൾ ഫാക്ടർ. ഷേപ്പ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് വിച്ച് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റിസീവിംഗ് ബോഡി, ഏരിയ, സെപ്പറേഷൻ ആൻഡ് ലൊക്കേഷൻ. അതായത് ഇത് ഡിഫൈൻ ചെയ്യുന്നത് റിസീവിംഗ് ബോഡിയുടെ ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സാണ്. അതായത് ഷേപ്പ്, സൈസ്, ലൊക്കേഷൻസ് എക്സെട്ര എല്ലാം തന്നെ. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ F സഫിക്സ് 1 2 എന്നുള്ള ഫോമിലാണെങ്കിൽ 1 2 എന്താണെന്ന് ഞാൻ പറയുന്ന മുമ്പ് F എന്ന ലെറ്റർ കൊണ്ടാണ് ഷേപ്പ്, ക്യാപിറ്റൽ ലെറ്റർ F കൊണ്ടാണ് ഷേപ്പ് ഫാക്ടർ എന്താണെന്ന് പറയുന്നത്. സഫിക്സ് ആയിട്ട് 1 2, ദാറ്റ് ഈസ് 1 എന്ന് പറയുന്ന അബ്സോർബിംഗ് ബോഡിയും 2 എന്ന് പറയുന്നത് എമിസിംഗ് ബോഡിയും. പിന്നെ ഷേപ്പ് ഫാക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഷേപ്പ് ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സിനെയാണ് എന്നുള്ളത്. ഓക്കെ, ഒരു നിയർ വേർഡിംഗ് ആയിട്ട് പറയാമെങ്കിൽ പാരാമീറ്റേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർട്ടൺ ഒരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ സർട്ടൺ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ സർട്ടൺ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്ത് കാര്യത്തിനെയും നമ്മളതൊന്ന് ചില കാര്യങ്ങൾ കൊണ്ടാണ് അത് എന്താണ് എന്ന് നമ്മുടെ ഒരാൾക്ക് കൺവേ ചെയ്യാൻ സാധിക്കും. സോ ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജോമെട്രി ഡിസൈൻഡ്, അതായത് അതിൻ്റെ ഡിസൈനിങ്, അതിൻ്റെ ഷേപ്പ്, സൈസ്, അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് വെച്ച് അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ കമ്മിങ് ഇൻ ടു ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സർഫസസ് ഇൻ ഡിഫറെൻറ്റ് കേസസ് സച്ച് ആസ് ബ്ലാക്ക് ബോഡി, ഗ്രേ ബോഡി, നമുക്ക് ഡേറ്റ ബുക്ക് എങ്ങനെ റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സർഫസസിൽ റീഡ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം. 84th പേജ് ഓഫ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഡേറ്റ ബുക്ക്. ആ ഒരു ടേബിൾ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ഫസ്റ്റ് റോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻ ഫോർ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് Q =
ബ്രാക്കറ്റിനകത്ത് EBI മൈനസ് EBJ ബ്രാക്കറ്റിൽ ഗോസ് FIJ ഇൻറ്റു AIJ. ആ ഇക്വേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ അനുസരിച്ച് Q is equal to sigma A T raised to 4. ആ sigma A T raised to 4-നെ നമ്മൾ ഷേപ്പ് ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്ത് Q is equal to sigma A1 into F12 ബ്രാക്കറ്റിനകത്ത് T1 raised to 4 മൈനസ് T2 raised to 4. അതായത് A1 എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ദ എമിറ്റിംഗ് സർഫസ്, F12 എന്ന് പറഞ്ഞ ഷേപ്പ് ഫാക്ടർ ഓഫ് ബോത്ത് സർഫസസ്, ആൻഡ് T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ ഫസ്റ്റ് സർഫസ്, T2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ സെക്കൻഡ് സർഫസ്. ആ ഇക്വേഷനെ നമുക്കൊന്ന് റീറിട്ടൺ ചെയ്യുമ്പോഴത്തേനും സിഗ്മ ഇൻറ്റു T1 raised to 4 മൈനസ് T2 raised to 4 ഡിവൈഡ് ബൈ 1 ബൈ A1 F12. ദാറ്റ് മീൻസ് സെയിം ആസ് ദാറ്റ് ഓഫ് എബവ്. നമ്മൾ നേരത്തെ പറഞ്ഞ A1 F12 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ സെക്ഷൻ അല്ലെങ്കിൽ ഒരേ ഇക്വേഷനകത്ത് വരണം തന്നെ അത് നമ്മളൊരു ഒരു ഫോമുലായിട്ട് ഇരിക്കുന്നു. സിഗ്മ ഇൻറ്റു T1 raised to 4 മൈനസ് T2 raised to 4 ഡിവൈഡഡ് ബൈ 1 ബൈ A1 F12. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ T1 raised to 4 എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ അക്കോർഡിംഗ് ടു MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഈക്വൽ ടു സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു 4th പവർ ഓഫ് അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അതുകൊണ്ട് അതിനെ റീറിട്ടൺ ചെയ്തു EB1 മൈനസ് EB2. ദെൻ 1 ബൈ A1 F12-നെ നമ്മൾ റീറിട്ടൺ ചെയ്യുന്നു 6 കൊണ്ട്. Therefore, the equation will becomes EB1 minus EB2 divided by R. ആ ആറിനെ നമ്മൾ 1 ബൈ A1 F12 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ജനറൽ ഇക്വേഷൻ പോലെ വരും. EBI മൈനസ് EBJ ഇൻറ്റു FIJ ഇൻറ്റു AIG. അതെന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ഫസ്റ്റ് റോയിൽ തന്നെ നെക്സ്റ്റ് ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. Q means net heat exchange between I and J surface. EBI means MC power of body I, MC power of body J എന്ന് പറഞ്ഞ EBJ. FIJ എന്ന് പറഞ്ഞ ഷേപ്പ് ഫാക്ടർ ഓഫ് സർഫസ് I with respect to J. Then coming down, അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജോമെട്രി, ഷേപ്പ് ഫാക്ടർ ഫോർ ബ്ലാക്ക് ബോഡി, ഫോർ ഗ്രേ ബോഡി എന്നിങ്ങനെ 3 കോളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നമുക്ക് വരുന്ന സർഫസിൻ്റെ ജോമെട്രി അനുസരിച്ച്, അതായത് അതിൻ്റെ എങ്ങനെ രൂപകൽപ്പന അനുസരിച്ച് ഷേപ്പ് ഫാക്ടർ ഫോർ ബ്ലാക്ക് ബോഡിയും ശ്രദ്ധിക്കുക. ഫസ്റ്റ് വണ്ണിനകത്ത് ജോമെട്രി ഓഫ് ദ റേഡിയേഷൻ സർഫസ്. ഓക്കെ, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ ആണ് ഫോർ ദ ബ്ലാക്ക് ബോഡി ആൻഡ് ജോമെട്രിക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൂ. തേർഡ് കോളം ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ഇക്വേഷൻ. അതാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ സെക്ഷൻ. ദെൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് 85th പേജ് എന്ന് പറയുന്നത് സർഫസസ്. അതായത് നമ്മൾ ജോമെട്രി മാത്രമല്ല ആ മെറ്റീരിയലിൻ്റെ സർഫസസിൻ്റെ മെറ്റീരിയൽ കണ്ടന്റ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് മേഡപ്പ് ഓൺ, അത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എമിസിവിറ്റി ടെമ്പറേച്ചറിന്, അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള എമിസിവിറ്റി വാല്യൂസാണ് നെക്സ്റ്റ് പേജസിൽ കൊടുത്തിരിക്കുന്നത്. ഡെഫിനേഷനായിട്ട് അവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ 2 ബ്ലാക്ക് ബോഡീസ്. ദാറ്റ് ഈസ് നമുക്ക് ഡേറ്റ ബുക്കിൽ നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞു. 2 ബ്ലാക്ക് ബോഡീസ് വരുമ്പോഴും അതുപോലെ തന്നെ ഗ്രേ ബോഡി വരുമ്പോഴുള്ള സെപ്പറേറ്റ് ആയിട്ട് ഇക്വേഷൻ വരുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് ബ്ലാക്ക് ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ആ പേജിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം 2 സർഫസസും അതിൻ്റെ തമ്മിലുള്ള റേഡിയേഷനും പറയുന്നതിന് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത പ്രകാരം പറയുന്നു. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ R എന്ന് പറയുന്നതാണ് ഷേപ്പ് ഫാക്ടർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പേസ് റെസിസ്റ്റൻസ്. R is equal to 1 by A1 F12. That is shape factor resistance or space resistance. Then coming to problems. First, 2 blank discs of 1 meter diameter are kept 1 meter apart facing each other. Full stop. Their temperature are 500 degree Celsius and 300 degree Celsius. Determine the heat exchange by the radiation. പ്രോബ്ലം നമ്മളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആക്കും നമ്മുടെ പ്രോബ്ലത്തിനെ. ദാറ്റ് ഈസ് ആ സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 2 സർഫസസ് ഫേസിങ് ഈച്ച് അതർ 1 മീറ്റർ ഡിസ്റ്റൻസിൽ 1 മീറ്റർ ഡയമീറ്ററിൽ നമ്മളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുക. ഫിഗർ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ സ്പേസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഡിറ്റർമൈൻ ദി ഹീറ്റ് എക്സ്ചേഞ്ച് ബൈ റേഡിയേഷൻ. ദാറ്റ് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ച് ക്യൂയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? ഡേറ്റ ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്.
ദാറ്റ് ഈസ് EBI മൈനസ് EBJ ഇൻറ്റു FIJ ഇൻറ്റു AI എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് MSC പവർ of ith body, MC power of jth body, shape factor with respect to I to j, and area of the ith body. അപ്പം 1 meter diameter ആണ് 1 meter diameter and 2 ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AIJ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തന്നെ ക്ലിയർ ആണ്. ദെൻ അതിന് പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? EBI ആൻഡ് EBJ. EBI എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് EB എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു സിഗ്മ T റേസ് ടു 4. T റേസ് ടു T1 ഉം T2 നമുക്ക് തന്നിട്ടുണ്ട്, അതല്ലേ? 500 ഉം 300 ഉം. സോ സിഗ്മ T1 റേസ് ടു 4 ഉം സിഗ്മ T2 റേസ് ടു 4 ഉം കണ്ടുപിടിക്കുമ്പോൾ EB1 ഉം EB2 ഉം കിട്ടും. പോയിട്ട് അവിടെ എന്താണ് കണ്ടുപിടിക്കുക? അഡീഷണൽ ആയിട്ടുള്ളത് FIJ എന്ന് പറഞ്ഞാൽ ഇവിടെ F12. അങ്ങനെ ആകുമ്പോൾ F12 കണ്ടുപിടിക്കാനുള്ള നമ്മൾ ഷേപ്പ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? വൈസ് ബ്ലാക്ക് ബോഡി എന്നുള്ള സ്പെസിഫൈഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും മീൻ ചെയ്യുന്നത് ബ്ലാക്ക് ബോഡിയെ തന്നെയാണ്. ഗ്രേ ബോഡി എന്നാണെങ്കിൽ സ്പെസിഫൈ ചെയ്ത് തന്നെ പറയും. സോ കമ്മിങ് അപ്പ് ടു ദിസ് പ്രോബ്ലം, നമ്മുടെ എന്താണ് നമുക്ക് ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത്? 2 ബ്ലാക്ക് ഡിസ്ക് ഓഫ് 1 മീറ്റർ ഡയമീറ്റർ അക്സെപ്റ്റ് 1 മീറ്റർ പാസ്. അതിൻ്റെ ജോമെട്രിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? 2 ബ്ലാക്ക് ഡിസ്ക്. ഇതൊരു ഡിസ്കാണ് ഓഫ് 1 മീറ്റർ ഡയമീറ്റർ. അതായത് 2 സർഫസസും ഈക്വലും ആണ്, അതുപോലെ തന്നെ പാരലലായിട്ട്. അപ്പം എപ്പാർട്ട് ഫേസിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ജോമെട്രിയെ പറ്റിയുള്ള ഐഡിയ കിട്ടി. അതായത് ഈക്വൽ ഡയമീറ്റേഴ്സ് ഉള്ള 2 ഡിസ്ക് പാരലായിട്ട് വെച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നെ. അപ്പം നമ്മുടെ 84th പേജ് ഓഫ് ഡാറ്റ ബുക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ ക്ലിയർലി ഉണ്ട്. ഫസ്റ്റ് ജോമെട്രിക്കകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തന്നെ ഈക്വൽ ആൻഡ് പാരലൽ സ്ക്വയർസ് റെക്ടാങ്കിൾസ് ഡിസ്ക് കണ്ടോ. ഈ സ്ക്വയറിനും റെക്ടാങ്കുലർ ഡിസ്കിനും ഈക്വൽ ആൻഡ് പാരലൽ ആയിട്ടിരിക്കുമ്പോൾ ഒരേ ഇക്വേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ കൂടിയാണ് ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കുന്നതെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അത് റെഫർ ദ പേജ് 91 to 93. ഗോയിങ് ത്രൂ 91 to 93. 91st പേജ് എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ ഫോർ ഈക്വൽ പാരലൽ സ്ക്വയർ റെക്ടാങ്കിൾ ആൻഡ് ഡിസ്ക്. 92 എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ ഫോർ ഈക്വൽ പാരലൽ റെക്ടാങ്കിൾ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഷേപ്പ് ഫാക്ടർ 3 എന്ന് പറയുന്നത് 93rd പേജ് എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ ഫോർ ഈക്വൽ പാരലൽ റെക്ടാങ്കിൾസ് ഇൻ ഓപ്പോസിറ്റ് ലൊക്കേഷൻ. ഫ്രം ദാറ്റ് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം ഹെഡിങ്ങിൽ നിന്ന് തന്നെ 91st പേജിലെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. 91st പേജിൽ ആ ഗ്രാഫിനകത്ത് കാണിച്ചിരിക്കുന്നത് ഡയറക്റ്റ്ലി നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാകുന്നത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു റേഷ്യോയും വൈ ആക്സിസ് എന്ന് പറയുന്നതാണ് ഷേപ്പ് ഫാക്ടർ. അപ്പം ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ എക്സ് ആക്സിസിലുള്ളതായ റേഷ്യോ നമ്മൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് ഡയമീറ്റർ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ട് സ്മോളർ സൈഡ് ഓർ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടെ ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഡയമീറ്റർ ആണ് ചൂസ് ചെയ്യുന്നത്. ഡയമീറ്റർ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻസ് ദാറ്റ് ഈസ് 1/1 ദാറ്റ് ഈസ് 1. ഓൾറെഡി നമുക്കത് മനസ്സിലായി കഴിഞ്ഞു. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഷേപ്പ് ഫാക്ടർ നോക്കുക. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 8 കർവോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 8 കർവിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? വീണ്ടും നമ്മൾ ആ യെല്ലോ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റും 5th കർവ് ഡിസ്കിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ ഇരിക്കുന്നത്. സോ 1 and 5. ബട്ട് ഈ ഫസ്റ്റ് വാല്യൂ അതായത് എക്സ് ആക്സിസിലുള്ള 1 എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂ 1ലും 5ലും കർവിലും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് രണ്ടും 2 വാല്യൂസാണ്. സോ നമ്മൾ കറക്റ്റായിട്ടൊരു പോയിന്റ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കാര്യം കൂടി അറിയണം. ഡിസ്കിൽ തന്നെ അതായത് 1 and 5 ഏതാണ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുക. അതിൻ്റെ ആദ്യത്തെ യെല്ലോ ബോക്സിൽ ആദ്യത്തെ സെക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4 ഡയറക്റ്റ് റേഡിയേഷൻ ബിറ്റ്വീൻ ദ പ്ലെയിൻസും 5, 6, 7, 8 പ്ലെയിൻ കണക്റ്റഡ് ബൈ നോൺ കണ്ടക്ടിങ് ബട്ട് റിട്ടേണിംഗ് ബോൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കേസാണ്. ദാറ്റ് ഈസ് ദ ഡയറക്റ്റ് റേഡിയേഷൻ ബിറ്റ്വീൻ ഈ 2 സർഫസസ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് 1 എന്ന് പറയുന്നത് മാത്രമേ നമ്മുടെ ഉള്ളൂ. സോ 1 സെലക്ട് ചെയ്യാം. അപ്പോൾ 1ൽ എക്സ് ആക്സിസ് വാല്യൂ 1 റേഷ്യോ 1 ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ഷേപ്പ് ഫാക്ടർ വാല്യൂ. അതെടുത്തതിന് ശേഷം നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ നമ്മൾ ക്യൂ കണ്ടുപിടിക്കും. ഇവിടെ നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഇതിനകത്ത് അവർ ഓൾറെഡി ആ ക്യൂവിൻ്റെ ഇക്വേഷനെ ഡാറ്റ ബുക്കിലുള്ള രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. എഫ് എന്നുള്ളതിനെ FIJ എന്നുള്ളതിനെ ഡിവൈഡഡ് ബൈ R ആക്കിയിരിക്കുക. ദാറ്റ് ഈസ് 1/FIJ എന്നുള്ള ഈ ഫോമിലാക്കി R എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്യുക. എന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് അവർ നേരത്തെ ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അത് ഇട്ടിരിക്കുകയാണ്. അത്രയും ഒരു ചേഞ്ചസ് ഇതിനകത്ത് ഉള്ളൂ.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റിലേക്ക് വരുമ്പോൾ 2 concentric cylinders of 300 mm and 400 mm diameter are kept at 400 degree Celsius and 300 respectively. Determine the Q12 for the case L is equal to 0.5 and L is equal to infinity. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വസ്റ്റിനിൽ നിന്നുള്ള ഒരു ചേഞ്ചസ് എന്താണ്? ഇവിടെ കോൺസെൻട്രിക് സിലിണ്ടറിനെ പറ്റിയാണ് പറയുന്നത്. ഹിയർ ദാറ്റ് കോൺസെൻട്രിക് സിലിണ്ടർ ഒന്ന്. രണ്ടാമത് അതിൻ്റെ ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. മൂന്നാമത് അതിൻ്റെ ടെമ്പറേച്ചർ, രണ്ട് സർഫസിൻ്റെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Q12 ആണ്. അതായത് ജനറൽ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ജനറൽ ഹീറ്റ് എക്സ്ചേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ തന്നെ വെറുതെ ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചാൽ പോലെ 2 കേസസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ആ കോൺസെൻട്രിക് സിലിണ്ടറിൻ്റെ ലെങ്ത് 0.5 ആകുമ്പോഴും കോൺസെൻട്രിക് സിലിണ്ടറിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആകുമ്പോഴും. ഓക്കെ, ദെൻ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പെസിഫൈഡ് ആവും. പിന്നെ ഫിഗർ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് നമുക്ക് ചെയ്യേണ്ടത് മനസ്സിലാവും. ഫസ്റ്റ് ഓക്കെ, ഫ്രം ദ ക്വസ്റ്റ്യൻ തന്നെ കേസ് 1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാം. കേസ് എ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് L is equal to 0.5 വരുമ്പോഴത്തേന് നമ്മൾ നോക്കണം. വീണ്ടും നമ്മുടെ 84th പേജ് ഡേറ്റ ബുക്കിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നോക്കുക. അതായത് ഇവിടെ പറയുന്നത് കോൺസെൻട്രിക് സർക്കിളാണ്. അപ്പോൾ കോൺസെൻട്രിക് സർക്കിൾ റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണെന്ന് നോക്കുക. ഉണ്ട്, അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ഉണ്ട്, പിന്നെ കോൺസെൻട്രിക് സിലിണ്ടർ, ഇൻഫിനിറ്റ് ലോങ് സിലിണ്ടർ, കോൺസെൻട്രിക് ഇൻഫിനിറ്റ് ലോങ് സിലിണ്ടർ എന്നിങ്ങനെ 2 ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ. പിന്നെ കോൺസെൻട്രിക് സ്പിയേഴ്സ് എന്ന് പറയുന്നത് സ്പിയർ നമ്മൾ എടുക്കേണ്ട, സിലിണ്ടർ മാത്രം നോക്കുക. അപ്പം കോൺസെൻട്രിക് സിലിണ്ടർ റിലേറ്റ് ചെയ്ത് 2 പറയുന്നുണ്ട്, ഷോർട്ട് കോൺസെൻട്രിക്കും പിന്നെ കോൺസെൻട്രിക് ഇൻഫിനിറ്റ് ലോങ് സിലിണ്ടർ എന്നുണ്ട്. അവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ ഏതാണ് എടുക്കേണ്ടത്? ദാറ്റ് ഈസ് നമുക്കൊരു ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, അത് 0.5 വാല്യൂ മീറ്ററിൽ തന്നിട്ടുള്ളത് കൊണ്ടുകൂടെ അത് ഷോർട്ട് കോൺസെൻട്രിക് സിലിണ്ടറാണ്. സോ വിച്ച് പേജ് യു വാണ്ട് ടു റെഫർ? ദാറ്റ് ഈസ് 104th പേജ്. കമ്മിങ് ടു 104th പേജിൽ വീണ്ടും 2 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഫസ്റ്റ് സിലിണ്ടർ എന്ന് പറയുന്നത് ഔട്ടർ സിലിണ്ടർ ടു ഇറ്റ് സെൽഫ്, സെക്കൻഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഔട്ടർ സിലിണ്ടർ ടു ഇന്നർ സിലിണ്ടർ. നമ്മുടെ സെക്ഷനിൽ ഏതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? സെക്കൻഡ്. അത് ക്ലിയർ ആണ്. ഔട്ടർ സിലിണ്ടർ ടു ഔട്ടർ സിലിണ്ടർ നമ്മുടെ പ്രോബ്ലം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഔട്ടർ ടു ഇന്നർ 2 ഡയമീറ്ററിലുള്ള സിലിണ്ടറിൻ്റെ കാര്യമാണെന്നും അത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കുള്ള ക്വാണ്ടിറ്റി ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ഇക്വേഷൻ നമ്മുടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് Q12. ദാറ്റ് ഈസ് ഫസ്റ്റ് ബോഡി വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ബോഡി എത്രത്തോളം ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് കേസ്, ദാറ്റ് ഈസ് ഔട്ടർ ടു ഇന്നർ, ദാറ്റ് ഈസ് 1 അബ്സോർബിങ് എമിറ്റിംഗ് ബോഡി ടു അബ്സോർബിങ് ബോഡി. ഓക്കെ, അപ്പം സെക്കൻഡ് ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാം? എക്സ് ആക്സിസും വൈ ആക്സിസും. 5 ആക്സിസ് എന്ന് പറയുന്ന ഷേപ്പ് ഫാക്ടർ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്, ദാറ്റ് ഈസ് R1 ഡിവൈഡഡ് ബൈ R2. ദാറ്റ് വൈ വി ക്യാൻ ക്ലിയർലി ടേക്ക് ദാറ്റ്. R1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? 300 mm. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, R1 ഡിവൈഡഡ് ബൈ R2 ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡയമീറ്റർ ആണ്. സോ വെരി ക്ലിയർ ഓഫ് ദാറ്റ്, ഡയമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. D1 ബൈ D2 അല്ല ഇവിടെ നമ്മൾ ഗ്രാഫിൽ കണ്ടുപിടിക്കേണ്ടത്, R1 ബൈ R2 ആണ്. സോ റിമെമ്പർ ദാറ്റ്. സോ therefore R1 is equal to 0.15 മീറ്ററും R2 is equal to 0.2 മീറ്ററും. ദെൻ R1 ബൈ R2 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വാല്യൂ 0.75 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അത് നമുക്ക് നോക്കുമ്പോൾ 0.6-ൻ്റെയും 0.8-ൻ്റെയും ഇടയ്ക്കുള്ള ആ റീഡിംഗ് ആണ് 0.7 ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നേരെ അതും 0.7 തൊട്ട് 0.8 വരെയുള്ള അതിൻ്റെ ഹാഫാണ് 0.75 എന്നുള്ളത് നമ്മൾ എടുക്കുന്നത്. ബട്ട് സോ മെനി കർവ്സ് ആർ ദെയർ. ആ കർവിൽ ഏതുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് 0.75ൻ്റെ വാല്യൂ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വീണ്ടും ഒരു ഇക്വേഷൻ നമുക്ക് അതിൻ്റെ മേളത്തിൽ നോക്കി അറിയാം. L/R2. ആ L/R2 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എടുക്കുമ്പോഴാണ് ഏത് കർവ് നമുക്ക് എടുക്കണമെന്ന് മനസ്സിലാകുന്നത്. നോക്കിക്കഴിയുമ്പോൾ L/R2 ചെയ്ത് നോക്കുക, ദാറ്റ് ഈസ് 2.5. അതായത് 2 എന്ന് പറയുന്ന കർവിൽ നിന്ന് ഇൻഫിനിറ്റി വരെയുള്ള കർവിൻ്റെ കാണിക്കുന്ന കർവിൻ്റെ ഹാഫ് പോർഷൻ എടുക്കുക. അപ്പോൾ therefore 0.75-ന് ദാറ്റ് ഈസ് R1 ബൈ R2 0.75-ന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ള അത് ചെന്ന് 2 ലൈൻ അല്ലെ 2 ലൈനിന് ശേഷം ഉള്ള ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.72. ഷേപ്പ് ഫാക്ടർ 1, 2 എന്ന് പറഞ്ഞാൽ എമിറ്റിംഗ് ബോഡി
ടു അബ്സോർബിംഗ് ബോഡിയാണ്. ഇവിടെ 400 ആൻഡ് 300 ആണ് തന്നിരിക്കുന്നത്. അതായത് 400 എന്ന് പറയുന്നത് എമിറ്റിംഗ് ബോഡിയും 300 എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് 0.72 എന്ന് കിട്ടിയപ്പോൾ അത് നമ്മുടെ ഗ്രാഫിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. F21 ഈസ് ഈക്വൽ ടു ആണ് നമ്മൾ 0.72 എന്ന് പറയുന്ന വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ 91st പ്രോബ്ലത്തിലും ഒക്കെ തന്നെ 91st പേജിലെ ഷേപ്പ് ഫാക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നിടത്തൊക്കെയും തന്നെ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് ഷേപ്പ് ഫാക്ടർ എഫ് എന്നുള്ളത് മാത്രമേ അവരത് മീൻ ചെയ്തിരുന്നത്. ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. കാരണം ഔട്ടർ സിലിണ്ടർ ടു ഇറ്റ് സെൽഫും ഔട്ടർ സിലിണ്ടർ ടു ഇന്നർ സിലിണ്ടർ വരുമ്പോൾ ഔട്ടർ സിലിണ്ടർ ടു ഇറ്റ് സെൽഫ് ആകുമ്പോൾ F22ഉം ഔട്ടർ സിലിണ്ടർ ടു ഇന്നർ ആകുമ്പോൾ F21ഉം ആണ് മീൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ F21ൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ച് ഫ്രം ഫസ്റ്റ് സർഫസ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് എമിറ്റിംഗ് ബോഡി ടു അബ്സോർബിംഗ് ബോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. F12 ആണ് നമുക്ക് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ക്യൂവിൻ്റെ ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Therefore F12 is equal to 2 pi RL divided by 2 pi R1 L1 into F21. എന്താണ് 2 pi RL? 2 pi RL എന്ന് പറയുന്നത് അതിൻ്റെ സർഫസ് ഏരിയയാണ്. അങ്ങനെ F12 is equal to നമുക്ക് 0.96 എന്ന വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ട് വേണ്ടിയത്? അത് A1 ആണ്. A1 എന്ന് പറഞ്ഞ ഫസ്റ്റ് സർഫസിൻ്റെ സർഫസ് ഏരിയ, അതാണ് 2 pi R1 L കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് വാല്യൂ ഇവിടെയും വീണ്ടും വാല്യൂ സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചത്. ഇല്ല എങ്കിൽ കൂടെയും നമ്മുടെ ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് കേസ്, അതായത് ലെങ്ത് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് അവിടെ നിന്ന് എന്താ L ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജോമെട്രിയുടെ 84th പേജ് ജോമെട്രി നമ്മൾ നോക്കുമ്പോൾ എന്താണ് നോക്കേണ്ടത്? കോൺസെൻട്രിക് ഇൻഫിനിറ്റ് ലോങ് സിലിണ്ടറാണ്. അവിടെ ഓൾറെഡി ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല, ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ് 1 എന്നുള്ളത്. F12 ഈസ് ഈക്വൽ ടു, അതായത് നമുക്കവിടെ പ്രത്യേകമായിട്ട് നമ്മളൊരു ഫിഗറും അല്ലെങ്കിൽ ഒരു ഗ്രാഫും നമ്മൾ നോക്കിയിട്ടില്ല. അവിടെ F12 ഈസ് ഈക്വൽ 1 എന്ന് തന്നെയാണ്. പിന്നെ ഇൻഫിനിറ്റ് ലോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ലെങ്ത് വേണമല്ലോ. ഇൻഫിനിറ്റ് ലോങ്ങിനെ നമുക്ക് 1 ആയിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് ഏരിയ കിട്ടും. ദെൻ ഷേപ്പ് ഫാക്ടർ, അത് നീഡഡ് ആയിട്ടുള്ള ഷേപ്പ് ഫാക്ടർ ഓൾറെഡി കിട്ടി. ദെൻ ഷേപ്പ് റെസിസ്റ്റൻസ് ഫാക്ടർ കണ്ടുപിടിച്ചു. ദെൻ EB1 EB2 ഓരോന്ന് കണ്ടുപിടിച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് കണ്ടുപിടിച്ചു. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ഹെഡിങ്, ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഗ്രേ ബോഡീസ്. ടു ഗ്രേ ബോഡീസ് എന്ന് പറയുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് എമിസിവിറ്റി എന്ന് പറയുന്ന ഒരു, ദാറ്റ് ഈസ് എമിസിവിറ്റി എപ്സലോൺ. 84th പേജിൽ ജോമെട്രിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫോർ ഗ്രേ ബോഡി നമ്മുടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ജനറൽ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ഗ്രേ ബോഡി സർഫസസ്. ഓക്കെ, ഇവിടെ ഷേപ്പ് ഫാക്ടർ ടേം നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടോ അല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടോ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ ജോമെട്രിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് മൂന്നാമത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് Q is equal to sigma T1 raised to 4 minus T2 raised to 4 divided by 1 minus epsilon I by AI epsilon I plus 1 by AI Fij plus 1 minus epsilon J by 1 by AJ into epsilon. അതിൽ 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ എന്ന ഒറ്റ ടേമിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിസീവ് റെസിസ്റ്റൻസ് ഓർ സർഫസ് റെസിസ്റ്റൻസ്, അതായത് എത്രത്തോളം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു അതിനെ തടയുവാനുള്ള പവർ, അല്ലെങ്കിൽ ആ സർഫസ് എത്രത്തോളം അതിനെ ആ എമിഷനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് 1 മൈനസ് എപ്സിലോൺ ബൈ എ എപ്സിലോൺ. നമ്മൾ ജനറലായിട്ട് ഹീറ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സർഫസ് റെസിസ്റ്റൻസ് ആണ് എമിഷനെ കൺട്രോൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1 മൈനസ് എപ്സിലോൺ ബൈ എപ്സിലോൺ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ജനറൽ ഇക്വേഷനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് EB1 മൈനസ് EB2 ഡിവൈഡ് ബൈ R1 പ്ലസ് R പ്ലസ് R2. ദാറ്റ് ഈസ് അതിനെ ഒന്ന് ലാബറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിഗ്മ T1 റൈസ് ടു 4 മൈനസ് സിഗ്മ T2 റൈസ് ടു 4 ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ 1 ബൈ A1 എപ്സിലോൺ 1 പ്ലസ് 1 ബൈ A1 F12 പ്ലസ് 1 മൈനസ് എപ്സിലോൺ ഡിവൈഡ് ബൈ A2 F1
Then coming to a problem, that is, two large plates are kept at 1000 degree and 500 degrees Celsius. Determine the heat radiated. Second one is the respective emissivities are 0.8 and 0.5. Determine the heat radiated. അവിടെ രണ്ട് കേസസ് ആണ് വീണ്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിറ്റർമൈൻ ദ ഹീറ്റ് റേഡിയേറ്റഡ്, അതായത് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്കവിടെ ഒരു എപ്സിലോൺ കേസ് അല്ലെങ്കിൽ എമിസിവിറ്റിയുടെ കേസ് വരുന്നില്ല. ടു ലാർജ് പ്ലേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രേ ബോഡി എന്ന് പറയപ്പെട്ടിട്ടില്ല. ഈവൻ ദോ ഗ്രേ ബോഡി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെയും എമിസിവിറ്റി വാല്യൂസ് പറയുമ്പോൾ അത് ഗ്രേ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെക്ഷൻ വായിച്ചാൽ ടു ലാർജ് പ്ലേറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് 1000 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 500 ഡിഗ്രി സെൽഷ്യസ്. ഡിറ്റർമൈൻ ഹീറ്റ് റേഡിയേറ്റ്, അതായത് എമിസിവിറ്റി വാല്യൂസ് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ബ്ലാക്ക് ബോഡി ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ആ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫസ്റ്റ് ബ്ലാക്ക് ബോഡിയുടെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഏരിയ നമുക്ക് അസ്യൂം ചെയ്യാം 1 ആയിട്ട്. അതുപോലെ തന്നെ ഷേപ്പ് ഫാക്ടർ ടു ലാർജ് പ്ലേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ലാർജ് പ്ലേറ്റ്സിന് അപ്രോപ്രിയേറ്റ് ഉള്ള ജോമെട്രി ഉണ്ടോ എന്ന് നോക്കണം. ടോട്ടലി എൻക്ലോസ് സ്മോൾ ബോഡി എന്നൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ടോട്ടലി എൻക്ലോസ് സ്മോൾ ബോഡി ഐ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ജെ എന്ന് പറയുമ്പോൾ 1 ആണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ അവൈലബിൾ ആണ്. സോ ഡയറക്ട്ലി ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് വാല്യൂ 128,656.458 വാട്ട്സ് എന്നുള്ള ആൻസർ കിട്ടും. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് എമിസിവിറ്റി വാല്യൂസ് തരും. എമിസിവിറ്റി വാല്യൂസ് തരുമ്പോഴത്തേന് അതായത് ഗ്രേ ബോഡി റിലേറ്റഡ് ആയിട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ ക്യൂ വാല്യൂ, അത് വീണ്ടും ക്യൂ എന്ന് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് σT1⁴ σT2⁴ ഡിവൈഡഡ് ബൈ 1 - ε1. ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് നമുക്ക് ആവശ്യമായ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. T1 T2 ഉണ്ട്. സോ ദാറ്റ് ഓക്കെ. σ1 σ2 നമുക്ക് ε1ഉം ε2ഉം നമുക്ക് തന്നിട്ടുണ്ട്. പോയിട്ട് A1 ഉണ്ട്. F1 ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞു. സോ അതെല്ലാം തന്നെ ഇക്വേഷൻ അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എമിസിവിറ്റി ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ് അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 300 ഡിഗ്രി സെൽഷ്യസ് ആർ 0.3 ആൻഡ് 0.5 റെസ്പെക്റ്റീവ്ലി. ദാറ്റ് ഈസ് എമിസിവിറ്റി എപ്സിലോൺ വാല്യൂ ഡയറക്ട്ലി തന്നിരിക്കുകയാണ്. ഫൈൻഡ് ദ നെറ്റ് എനർജി ട്രാൻസ്ഫർ റേറ്റ് പെർ സ്ക്വയർ മീറ്റർ. ഇവിടെ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നിന്നൊരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ പെർ സ്ക്വയർ മീറ്ററിലുള്ള എനർജി ട്രാൻസ്ഫർ റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് മൊത്തം ഡിസ്ക് അല്ലെങ്കിൽ മൊത്തം പാരലൽ പ്ലേറ്റിൽ നിന്നുള്ളതായ ഹീറ്റ് ട്രാൻസ്ഫർ അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ പ്ലേറ്റിൽ തന്നെ ഒരു സ്ക്വയർ മീറ്ററിൽ നിന്ന് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ക്യൂവിൻ്റെ വാല്യൂ അപ്പോൾ സ്ക്വയർ മീറ്ററിൽ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് Q12 ഡിവൈഡഡ് ബൈ A എന്ന് വേണേൽ നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷനാണ് റീറിട്ടൺ ആസ് σT1⁴ σT2⁴ divided by 1/ε plus 1/ε2 minus 1. അതായത് പെർ സ്ക്വയർ മീറ്റർ ആണ് എ വരുന്നിടത്തെല്ലാം 1 ആക്കി നമുക്ക് മാറ്റാം. അപ്പോൾ 1 - ε/ε എന്ന് പറയുമ്പോഴാണ് 1 - ε1 ഡിവൈഡഡ് ബൈ ε1 എന്ന് പറയുമ്പോഴാണ് ε1 കട്ടായി പോയി. ദാറ്റ് ഈസ് 1/ε1. അതുപോലെ തന്നെ വീണ്ടും 1 + 1/ε2 മൈനസ് 1 എന്ന് വരുന്നത്. സോ നമുക്ക് ആ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോർ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ഉണ്ട്, ഫോർ പാരലൽ ഡിസ്ക് ഉണ്ട്. എല്ലാം തന്നെ നമ്മൾ നമ്മെ ബ്ലാക്ക് ബോഡിക്ക് പറഞ്ഞ അതേ ഫോമാറ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു. എമിസിവിറ്റി വാല്യൂസ് വരുമ്പോൾ ഇക്വേഷൻസിനുള്ള ചേഞ്ച് മാത്രമാണ് ഫൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്. അവിടെയും ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ജോമെട്രി നോക്കി കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ടോപ്പിക് റേഡിയേഷൻ ഷീൽഡ്. റേഡിയേഷൻ ഷീൽഡ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് തന്നെയുണ്ട്. ദാറ്റ് ഇസ് ഫോർ എ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഓരോ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൽ നിന്നുള്ള ഒരു കവറിങ് അപ്പ് എന്നുള്ളത് നമുക്ക് ഷീൽഡിൻ്റെ മീനിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ റേഡിയേഷൻ ഷീൽഡ് എന്ന് പറയുന്നത് ഏതൊരു സർഫസസ് തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ ചില കേസസിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത്
ഒരു എമിറ്റ് ചെയ്യുന്ന അത്രയും റേഡിയേഷൻസ് ചില സർഫസസിൽ എത്തിച്ചേരേണ്ടതായിട്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരത്തില്ല. അവിടെ നമ്മൾ റേഡിയേഷൻ ഷീൽഡ്സ് യൂസ് ചെയ്യും. ഒന്നുകിൽ റേഡിയേഷൻ ഷീൽഡിന് പകരമായി നമുക്ക് ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യുന്നതായ ആ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ ചെന്ന് ഈ റിഫ്ലക്റ്റീവ് സർഫസിൽ നിന്ന് തിരികെ അത് പോകും. അല്ലെങ്കിൽ അത് ഡിഫ്യൂസ്ഡ് ആയിട്ട് പല വാക്വത്തിലേക്ക് തന്നെ പോകും. അല്ലെങ്കിലാണ് റേഡിയേഷൻ ഷീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് റേഡിയേഷൻ ഷീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓവറോൾ സിസ്റ്റത്തിൻ്റെ ഹീറ്റ്, അതായത് ഓവറോൾ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കുറയ്ക്കാതെ തന്നെ സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സർഫസ് കൂട്ടിക്കൊണ്ട് റേഡിയേഷൻ റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓവറോൾ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എമിറ്റ് ചെയ്യുന്ന സർഫസും അബ്സോർബ് ചെയ്യുന്ന സർഫസും. ആ സർഫസിന് ഒരു പാറ്റേൺ കുറയ്ക്കുക. അതിന് നമുക്ക് ഒരു വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ഷീൽഡ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഫിലിമിനെ പ്ലാസ്റ്റിക് കൊണ്ട് കോട്ട് ചെയ്ത് കഴിയുക ബോത്ത് സൈഡ്സിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റേഡിയേഷൻ ഷീൽഡ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മെയിൻ യൂസേജ് വരുന്ന കാര്യങ്ങളാണ് പിന്നീട് രണ്ട് കാര്യത്തിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഇൻസുലേഷൻ ഓഫ് ക്രയോജനിക് സ്റ്റോറേജ് ടാങ്കിലും അതുപോലെ തന്നെ ഫ്ലൂയിഡ് തെർമോമീറ്ററിൽ. ഇങ്ങനെ രണ്ട് കേസസിൽ നമുക്ക് ഇത് റേഡിയേഷൻ ഷീൽഡ് യൂസ് ചെയ്യാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കമ്മിങ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.